എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. ഇവനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണമെന്നും പറഞ്ഞ് ഹീറോയിൻ ആണെങ്കിൽ ഇവന്റെ പിറകെ നടക്കുന്നു. ഹീറോ കുറച്ച് ലുക്കായതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ പെൺപിള്ളേരും ഇവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് വെക്കത്തില്ല. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഇവനെയും ഫോളോ ചെയ്തിട്ട് ടെറസിൽ വരെയാണ്. ഈ ഒരു പ്ലേസിലാണ് ഹീറോ ആണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാറ്. ഹീറോ ആണെങ്കിൽ ഇവളടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യണേന്ന്. അപ്പോൾ ഇവളും പറയാണ്, നീ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്ന ഞങ്ങളുടെ പോയിന്റ്സ് ആണെങ്കിൽ സീനിയേഴ്സ് കുറയ്ക്കുമെന്ന്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇവൻ്റെ ലാപ്ടോപ്പ് ഇവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നീ ഈ ഗെയിം ജയിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമെന്ന്. ഇവളും അങ്ങനെ ഗെയിമൊക്കെ കളിക്കുകയാണ്. എന്നാലോ ആ ഗെയിം കുറച്ച് ടഫാണ്. ഈ ഒരു ഗെയിം പ്രോഗ്രാമിംഗ് ചെയ്ത് തന്നെ ഹീറോയാണ്. ഇവനാണെങ്കിൽ ആരും ജയിക്കാത്ത വിധത്തിലാണ് ഈ ഒരു ഗെയിം പ്രോഗ്രാമിംഗ് ചെയ്തത്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, എന്തിന് നീ ഈ ഗെയിം ഇങ്ങനെ ഇത് ആര് കളിച്ചാലും തോറ്റു പോകുന്നു. അതിന് ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ നീ ഇവിടെ നിന്ന് പോയി തരുമോ. ഹീറോ ഇങ്ങനെ ഇവളെ ഇൻസൾട്ട് ആക്കി വിട്ടോണ്ട് തന്നെ ഇവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഗെയിം ജയിച്ചേ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇവള് വരുന്ന ഓരോ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുകയാണ് ആ ഒരു ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ദിവസം കോളേജിൽ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ വന്നിരിക്കുകയാണ്. അവിടെയുള്ള പ്രൊഫസർ ആണെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ആർക്കൊക്കെ സി പ്രോഗ്രാമിംഗ് അറിയാമെന്ന്. അപ്പോൾ ലീഡർ പെണ്ണാണെങ്കിൽ ഇവളുടെ അടുത്ത് ചോദിക്കുന്നു, നീ ഇന്നലെ രാത്രി ഇതെ പറ്റിയിട്ടാണല്ലോ നോട്ട് എഴുതിയ, അത് എനിക്ക് തരുമോന്ന്. ഇവൾ ഇങ്ങനെ നോട്ട് ചോദിക്കുന്ന പ്രൊഫസറും കേൾക്കുകയാണ്. എന്നിട്ട് പ്രൊഫസർ ആണെങ്കിൽ ഈ നോട്ട് വാങ്ങിയിട്ട് ഇവളുടെ അടുത്ത് പറയാണ്, നീ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ നീ തന്നെ സി പ്രോഗ്രാമിങ്ങിനെ പറ്റി ഇവരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഹീറോയിനും എണീറ്റ് നിന്ന് ആ ഒരു പ്രോഗ്രാമിങ്ങിനെ പറ്റിയൊക്കെ പറയാണ്. അപ്പോൾ പ്രൊഫസർക്കും ഇവളുടെ അടുത്ത് ചെറിയൊരു മതിപ്പൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ പ്രൊഫസർ ഇവളുടെ അടുത്ത് പറയാണ്, നീ നന്നായിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ ആയിരിക്കും എൻ്റെ ക്ലാസ്സിൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഗാവോയെ നോക്കിയിട്ട് പ്രൊഫസർ പറയാണ്, ഇവ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഉണ്ടാക്കുകയാണ്, അതിൽ നീയും ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അവളും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാണ്. പിന്നെ ഹീറോയിനും ഗാവോയും ലീഡർ പെണ്ണും എല്ലാവരുമായിട്ട് പ്രൊഫസർ ആണെങ്കിൽ ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി ഇവർക്ക് കൊടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ആ ഒരു സ്ഥലം വന്നിട്ട് ക്ലീൻ അല്ലായിരുന്നു. അങ്ങനെ ഇവർ ക്ലീനൊക്കെ ചെയ്യാണ്. അപ്പോഴാണ് ഇവളൊരു കാര്യം ഓർക്കുന്നത്. കാരണം പ്രൊഫസർ ആണെങ്കിൽ ഇവക്കാണെങ്കിൽ ഒരു വർക്ക് കൊടുത്തായിരുന്നു, എല്ലാവരുടെ അടുത്തും ഹോംവർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്, എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്തോന്ന്. അതിന് ഗാവോ ആണെങ്കിൽ പറയാണ്, ഇല്ല, ഹീറോ ഇതുവരെയും ചെയ്തില്ലെന്ന്. എന്നിട്ട് ഇവളാണെങ്കിൽ ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഇവനാണെങ്കിലോ ഇവരുടെ അടുത്ത് പോവാൻ പറയാണ്, ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്യില്ലെന്ന്. അതിന് ഹീറോയിൻ ഇവനെ കളിയാക്കുകയാണ്, നിനക്ക് ലാപ്ടോപ്പിൽ ചെയ്യുന്ന പോലെ പേപ്പറിൽ ആ പ്രോഗ്രാമിംഗ് എഴുതിയ തെറ്റാവുമെന്ന് വിചാരിച്ചല്ലേ നീ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാത്തേ. അപ്പോൾ ഇവന് ശരി, ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യാമെന്നും പറഞ്ഞ് ലാപ്ടോപ്പിൽ പ്രൊഫസർ കൊടുത്ത് ഹോംവർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളുടെ പെൻ ഡ്രൈവ് ചോദിക്കുകയാണ്, അതിൽ ഈ പ്രോഗ്രാമിംഗ് കയറ്റി തരാമെന്ന്. അപ്പോൾ ഇവളുടെ പെൻ ഡ്രൈവ് കൊടുക്കുകയാണ്. ആ ഒരു പെൻ ഡ്രൈവിൽ വന്നിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പിഗി കീ ചെയിനും ഉണ്ട്. എന്നിട്ട് ഇവളും പെൻ ഡ്രൈവ് വാങ്ങി ഇവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരെയാണ്. എന്നിട്ട് അവർ നോക്കുകയാണ് ഹീറോയിൻ്റെ ആൻസർ. അപ്പോൾ ഇവർ ലാപ്ടോപ്പിൽ നോക്കുകയാണ്. അത് വന്നിട്ട് ഒരു പന്നിക്കുട്ടിയുടെ പടമാണ്, എന്നെ വെറുതെ വിടുമെന്നും പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഇവൻ കൊടുത്തത് പ്രോഗ്രാമിംഗ് അല്ല, അതൊരു വൈറസ് ആണെന്ന്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഈ ലാപ്ടോപ്പും കൊണ്ട് ഒരു കടയിൽ കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള വൈറസ് എങ്ങനെയെങ്കിലും മാറ്റി തരണമെന്നും പറഞ്ഞ്. ആ കടയിലുള്ള എല്ലാവരും നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് വൈറസ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ഈ ഒരു ലാപ്ടോപ്പ് വീണ്ടും ഗാവോയുടെ അടുത്ത് കൊടുക്കുകയാണ്, ഇതിൻ്റെ അകത്തുള്ള വൈറസ് എങ്ങനെയെങ്കിലും മാറ്റി തരണമെന്നും പറഞ്ഞ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവരുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയാണ്, ഞാൻ കുറേ ബുക്കൊക്കെ നോക്കിയിട്ട് അതെങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ പ്രൊഫസറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു വൈറസ് മാറ്റി തരാൻ ചോദിക്കുകയാണ്. ഈ പ്രൊഫസർ ഇത് നോക്കിയിട്ട് ഇവളടുത്ത് പറയാണ്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വൈറസ് ആര് ക്രിയേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഹീറോയിനും പറയാണ്, ഇതാണെങ്കിൽ ഹീറോ ആണ് ചെയ്തതെന്ന്. അങ്ങനെ ഇയാളാണെങ്കിൽ ഹീറോയെ വിളിക്കുകയാണ്. എന്നിട്ട് ഹീറോയെ പൊക്കി ഒരുപാട് പറയാണ്. അങ്ങനെ പ്രൊഫസർ ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് നീ എങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഇവനും എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് ഇവരുടെ അടുത്ത് പറയാണ്. ഇവ അങ്ങനെ അതേപ്പറ്റി പറഞ്ഞ് രാത്രി ആവുകയാണ്. ഹീറോയിനും വെയിറ്റ് ചെയ്യാണ്, ഇവരെപ്പോൾ ഈ ലാപ്ടോപ്പിൽ നിന്ന് വൈറസ് മാറ്റി തരുമെന്ന്. അങ്ങനെ പ്രൊഫസറും ഒരു അത്യാവശ്യം വന്ന് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഹീറോയുടെ അടുത്ത് പറയാണ്, നീ എങ്ങനെയെങ്കിലും അവളുടെ ലാപ്ടോപ്പിലുള്ള ആ ഒരു വൈറസ് മാറ്റി കൊടുക്കേ. എന്നാൽ ഹീറോ ആണെങ്കിലോ ആ ഒരു വൈറസ് ഒന്നും ഇവർക്ക് മാറ്റി കൊടുത്തില്ല. അപ്പോൾ ഹീറോയിന് ഇവനെ ഫോളോ ചെയ്തിട്ട് പറയാണ്, എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു വൈറസ് മാറ്റി തരുമെന്ന്. എന്നാൽ ഇവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. പിന്നെ ഹീറോയിനും ടെൻഷനായിട്ട് റൂമിൽ പോയിട്ട് ആ ഒരു വൈറസ് മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. എന്നാൽ അവൾ എത്ര ട്രൈ ചെയ്തിട്ട് അതൊന്നും പറ്റുന്നില്ല. അടുത്ത ദിവസം ഗാവോ ആണെങ്കിൽ ഇവർക്ക് മെസ്സേജ് അയക്കുകയാണ്, ലാപ്ടോപ്പിൽ നിന്ന് എങ്ങനെ ആ ഒരു വൈറസ് മാറ്റാമെന്ന്. അങ്ങനെ ഗാവോ അയച്ചു കൊടുത്ത മെത്തേഡ് വഴി ഇവരാണെങ്കിൽ ലാപ്ടോപ്പിലുള്ള വൈറസ് മാറ്റുകയാണ്. എന്നിട്ട് ഹീറോയിൻ കുറേ ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഹീറോയുടെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ്, നീ കയറ്റിയ വൈറസ് ഞങ്ങൾ മാറ്റിയെന്നും പറഞ്ഞ് ഇവനെ കുറേ വഴക്കൊക്കെ പറയാണ്. എന്നാൽ ഇവനോ ഇവൾ പറയണ ഒന്നും മൈൻഡ് ചെയ്യാതെ ആ ഒരു ചോക്ലേറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയാണ്, നീ സ്പെഷ്യൽ ക്ലാസ്സിൽ വരണമെന്ന്.
എന്നാൽ ഇവനാണെങ്കിൽ അവളടുത്ത് അവിടെ നിന്ന് പോവാൻ പറയാണ്. അങ്ങനെ ഇവളും അവിടെ നിന്ന് പോവുകയാണ്. എന്നാലോ ഇവളുടെ ഫോണാണെങ്കിൽ അവിടെ മറന്നു വെക്കുകയാണ്. സോ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ വീണ്ടും തിരിച്ചു വരികയാണ്. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ ഒരു ഗേറ്റ് ഒന്നും തുറന്നു കൊടുത്തില്ല. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ രാവിലെയും ആവുന്നു. ഹീറോയും ഇവളിങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങണ കണ്ടിട്ട് അവളെ എണീപ്പിക്കാതെ അവളുടെ മൊബൈലും വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം സ്പെഷ്യൽ ക്ലാസ്സിനാണെങ്കിൽ ഹീറോയും വരെയാണ്. അപ്പോൾ ലീഡർ പെണ്ണാണെങ്കിൽ ഇവളെ കോൾ ചെയ്തിട്ട് പറയാണ് ഹീറോ ക്ലാസ്സിൽ വന്ന് എന്നിട്ട് നീ എന്താ വരാത്തേന്ന്. അങ്ങനെ ഇവളും ക്ലാസ്സിലോട്ട് വരെയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇവളുടെ ഡ്രസ്സിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഈ കോട്ട് എവിടെ നിന്ന് വന്നതെന്ന് ആലോചിക്കുകയാണ്. ആ കോട്ട് വന്നിട്ട് ഹീറോയിൻ്റെ കോട്ടാണ്. ഇവക്ക് തണുക്കുന്നും പറഞ്ഞ് മൂടിക്കൊടുത്തതാണ്. ഈ കോട്ട് കണ്ടപ്പോൾ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് ഒരു നല്ല മതിപ്പൊക്കെ വരെയാണ്. ഇതേ സമയമാണ് അവിടെ പ്രൊഫസറും മിസ്സും വന്നിട്ട് ഇവരുടെ അടുത്ത് പറയാണ് ഹീറോ ആണെങ്കിൽ ഒരു പുതിയ ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മോർണിംഗ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടെന്ന്. ഇത് കേട്ട് ഹീറോയിന് ദേഷ്യം വരുവാണ്. കാരണം ഹീറോയെ മോർണിംഗ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യൂല. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരും കൂടെ ഇനി ഇവൻ കാരണം അറ്റൻഡ് ചെയ്യൂലെന്ന്. നെക്സ്റ്റ് സീനിലാണെങ്കിൽ ലീഡർ പെണ്ണാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറയാണ് നമ്മുടെ കോളേജിലാണെങ്കിൽ ഒരു വെൽക്കം പാർട്ടി വെച്ചിരിക്കുകയാണ്, അതിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും മ്യൂസിക് പെർഫോമൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഹീറോയിനും പറയാണ് സാൻഡി എന്ന് പറയുന്ന ഒരു പയ്യനാണെങ്കിൽ മ്യൂസിക് പെർഫോമൻസ് ഒക്കെ ചെയ്യുമെന്ന്. അങ്ങനെ ഈ ലീഡർ പെണ്ണും ആ ഒരു പയ്യനെ കാണാൻ വേണ്ടിയിട്ട് വരെയാണ്. എന്നാൽ ഇതേ സമയമാണ് സാൻഡിക്ക് ഒരു ഓപ്പറേഷൻ നടന്നത്. അങ്ങനെ അവനാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ഈ ലീഡർ പെണ്ണും സാൻഡി ആണെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്യാണ്. എന്നിട്ട് ലീഡർ പെണ്ണാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ കോളേജിലെ വെൽക്കം പാർട്ടിക്ക് നീ മ്യൂസിക് പെർഫോമൻസ് ഒക്കെ ചെയ്യുമോയെന്ന്. എന്നാൽ ഇവനാണെങ്കിലോ മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെന്നാണ് ഇവളുടെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ലീഡർ പെണ്ണാണെങ്കിൽ ഹീറോയിനെ കാണാൻ വരികയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയാണ് നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ആരും ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, സോ നമുക്ക് വല്ലതിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന്. ഇവർ വിചാരിക്കുന്നത് വല്ല ജോക്സും വെൽക്കം പാർട്ടിക്ക് പറയാമെന്നാണ്. അങ്ങനെ ഇവരും ജോക്സ് ഒക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാണ്. ഇതേ സമയമാണ് ഹീറോ ആണെങ്കിൽ ഇവരുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തൂടെ പോണേ. ഹീറോൻ പറയുന്ന ജോക്സ് ഒക്കെ കേട്ട് ഹീറോയ്ക്ക് ചിരി വരെയാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന ബാക്കി ആർക്കും ചിരിയൊന്നും വരുന്നില്ല. ഇതേ സമയമാണ് ഹീറോയും ഇവിടെ വരുന്നത്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് എന്തിന് നീ ഇവിടെ വന്നതെന്നും പറഞ്ഞ്. അപ്പോൾ ഹീറോ പറയുന്നു ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പ്രൊഫസറല്ലേ തന്നെ, എൻ്റെ അടുത്തും പ്രൊഫസർ പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് ഇവനാണെങ്കിൽ ഹീറോയിനാണെങ്കിൽ കളിയാക്കുകയാണ് ഇവൾ ആ ജോക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹീറോയിനും ദേഷ്യം വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയാണ് നീ എന്നെ കളിയാക്കിയല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വെൽക്കം പാർട്ടിക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന്. എന്നിട്ട് ഹീറോയിനാണെങ്കിൽ ഇവളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഹീറോയെ ആ വെൽക്കം പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഹീറോ പറയാണ് നീ വെൽക്കം പാർട്ടിക്ക് ജോക്സ് പറയേണ്ട ഒരു ആവശ്യമില്ല, നീ അവിടെ പോയി നിന്നാൽ തന്നെ എല്ലാവരും ചിരിക്കുമെന്ന്. അങ്ങനെ അടുത്ത ദിവസം വെൽക്കം പാർട്ടി തുടങ്ങുകയാണ്. അവിടെയാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ നല്ലതുപോലെ തന്നെ വയലിൻ പെർഫോം ചെയ്യാണ്. എന്നിട്ട് ഇവൾ പറയാണ് ഈ ഒരു വയലിൻ മ്യൂസിക് ആണെങ്കിൽ ഞാൻ ഹീറോയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ അവനെ പ്രപ്പോസ് ചെയ്യാണ്. എന്നാൽ ഹീറോ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യൂല. നെക്സ്റ്റ് ഹീറോയിനാണ് പെർഫോം ചെയ്യണം. അവൾ വന്നിട്ട് ഒരു കുഞ്ഞു കഥ പറയാണ്. അവൾക്ക് കൊച്ചിയിലാണെങ്കിൽ പട്ടിയെ വളർത്തണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു, എന്നാൽ അവൾക്ക് പട്ടിയെ വളർത്താനൊന്നും പറ്റിയില്ല. ഇപ്പോൾ അവൾക്ക് ആ ആഗ്രഹമൊന്നുമില്ല, കാരണം അവളെ കോളേജിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും അവൾക്ക് പട്ടിയെ പോലെയാണ്. ഇങ്ങനെ ഇവൾ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റുഡൻസിനെയൊക്കെ ഡോഗ് എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ചിരി വരെയാണ്. എന്നിട്ട് ഇവൾ പറയാണ് ഞാൻ കുറേ ഡോഗ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് അതിൽ ഒരു ഡോഗാണ് ഗോൾഡൻ കളറിലുള്ള ഡോഗ്. ഇവൾ ഈ ഗോൾഡൻ കളറിലുള്ള ഡോഗ് എന്ന് ഉദ്ദേശിച്ചത് ഹീറോയാണ്, കാരണം അവൻ്റെ ഹെയർ വന്നിട്ട് ഗോൾഡൻ കളറാണ്. എന്നിട്ട് ഇവൾ പറയാണ് ഞാൻ ആ ഒരു ഗോൾഡൻ കളറിലുള്ള ഡോഗിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എപ്പോഴും ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാറാണ് പതിവ്. എന്നിട്ട് ഇവളാണെങ്കിൽ ഹീറോയെ മീറ്റ് ചെയ്ത് അന്ന് നടന്ന കാര്യമൊക്കെ പറയാണ്. ഹീറോയിൻ വിചാരിക്കുകയാണ് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു. എന്നാൽ അവനൊരു ദേഷ്യം വരാതെ ഇവളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് പോവുകയാണ്. എന്നിട്ട് ഇവൻ പറയാണ് നീ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കണം. അവിടുത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഹീറോയിൻ ആണെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ഞങ്ങൾ കമ്മിറ്റഡ് ഒന്നും അല്ലെന്ന്. എന്നാൽ ഹീറോ ആണെങ്കിലോ ഇവളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ അവനാണെങ്കിൽ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞുള്ള രീതിക്ക് പോസ്റ്റ് ഇടുകയാണ്. ഇവന്റെ ഈ ഒരു പോസ്റ്റും കൂടെ കണ്ടപ്പോൾ എല്ലാവരും ഉറപ്പിക്കുകയാണ് ഇവർ കമ്മിറ്റഡ് ആയിരിക്കുമെന്ന്. ഇതൊക്കെ കണ്ട് ഹീറോയിനും നല്ല ദേഷ്യം വന്നിട്ട് കോളേജിലെ റേഡിയോ സ്റ്റേഷനിൽ പോയി പറയാണ് ഞങ്ങൾ കമ്മിറ്റഡ് ഒന്നും അല്ലെന്ന്. ഇത് ഹീറോയും കേട്ടിട്ട് ചെറുതായിട്ട് അപ്സെറ്റ് ആവുകയാണ്. അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ കോളേജിൽ വരുന്നത് അവൻ്റെ ഗോൾഡൻ ഹെയറിൽ വന്നിട്ട് ബ്ലാക്ക് കളർ അടിച്ചിട്ടാണ്. അപ്പോൾ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് വന്ന് പറയാണ് നമ്മൾ രണ്ടുപേരും ഇവരൊക്കെ കമ്മിറ്റഡ് ആണെന്ന് വിചാരിച്ച സമയം നീ എന്താ ഒരു പോസ്റ്റ് അതിനെപ്പറ്റി ഇടാത്തേ എന്നൊക്കെ. അതിന് ഹീറോ ആണെങ്കിൽ ഞാൻ എന്തിന് അങ്ങനെ പോസ്റ്റ് ഇട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യണം, കാരണം ഞാൻ നിൻ്റെ ആരും അല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ പറയാണ് ഞാൻ റേഡിയോ കൂടെ പറഞ്ഞതിൽ എന്തെങ്കിലും നിനക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന്. എന്നാൽ ഹീറോ ആണെങ്കിൽ ഇവളെ അധികം മൈൻഡൊന്നും ചെയ്യാതെ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവുകയാണ്. ഇവക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല എന്തിന് ഇവ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയെന്ന്. ഇതോടെ ഈ ഒരു എപ്പിസോഡ് കഴിയുകയാണ്. ഈ ഒരു ഡ്രാമ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക.